നമ്മൾ ചില വാർത്തകൾ വരും. ഇപ്പോൾ ഓയൂർന്ന് കുട്ടി തട്ടിക്കൊണ്ടുപോയി, ആലുവയിലെ ആ കുട്ടി മരിച്ചു, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ച് എനിക്കൊന്ന് അനുജയൊക്കെ അമ്മയാണ്. അപ്പോൾ നമുക്ക് അമ്മയാണ്, അല്ലെങ്കിൽ നമ്മൾ വാർത്താമുറിയിൽ ഇരിക്കുന്ന ആൾക്കാർ അച്ഛനാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വികാരഭരിതമായ അന്തരീക്ഷത്തിൽ നമ്മൾ വാർത്താമുറിയിൽ ജോലി ചെയ്യും. എനിക്കൊന്ന് ഈ ആലുവയിലെ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഈ ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു പൂഴി വീണാൽ ശബ്ദം കേൾക്കും എന്നുള്ള അവസ്ഥയായിരുന്നു. അത്ര മൂകതയായിരുന്നു നമ്മളുടെ വാർത്താമുറിയിൽ. അങ്ങനെയുള്ള നിമിഷങ്ങൾ, ആ നിമിഷം എങ്ങനെയാണ് അനുജ ഓർത്തെടുക്കുന്നത്? തീർച്ചയായും ഇപ്പൊ ഈ ആലുവയിലെ കാര്യം പറഞ്ഞപ്പോൾ അപ്പോഴും ഈ ആദ്യം കാണുന്നില്ല എന്ന് പറയുമ്പോഴും തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ഇരുന്നത്. പക്ഷെ പിന്നീടാണ് ഇതിൻ്റെ ഈ ഇത്ര ഭീകരമായ സംഭവമാണ് നടന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും തളർത്തിക്കളഞ്ഞൊരു സംഭവമാണ്. എന്നാൽ അതേപോലെ തന്നെ ഇപ്പോൾ ഓയൂരെ കുട്ടിയുടെ കാര്യം നമ്മളൊക്കെ വളരെ ആശങ്കയിലും സങ്കടത്തിലും പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് പെട്ടെന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടിയെ കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഡെസ്കിൽ നമ്മൾ ചുറ്റും എല്ലാവരും എന്തോ നമ്മുടെ വീട്ടിൽ ഒരാളെ തിരിച്ചു കിട്ടിയ ഒരാ സന്തോഷം നമ്മൾ വ്യക്തിപരം. അതെ തീർച്ചയായിട്ടും അങ്ങനെ വ്യക്തിപരമായി നമ്മളെ ഇതെല്ലാം ബാധിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ഓൺഎയറിൽ അത് കാണിക്കരുത് എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു. തീർച്ചയായും വേണു ബാലകൃഷ്ണൻ എന്നുള്ള വാർത്താ അവതാരകൻ ഈ എൻകൗണ്ടർ സംവാദമൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ചില അപ്രിയമായ ചില സത്യങ്ങൾ പറയുമ്പോൾ എതിർ കക്ഷിക്കാർക്ക് നമ്മളോട് എതിർക്കാൻ തോന്നും. നമ്മളും പാർട്ടി കൂറുമാറിയാണോ സംസാരിക്കുന്നതൊക്കെ ചിന്തിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ പരുഷമായിട്ടൊക്കെ വ്യക്തിപരമായിട്ടൊക്കെ ചില ആക്ഷേപങ്ങളൊക്കെ ഉയർത്തിയെന്ന് വരും. ചിലപ്പോൾ ലൈവായിട്ട് തന്നെ നമ്മൾ ചിലപ്പോൾ പ്രേക്ഷകർ കേട്ടോട്ടെന്ന് വെച്ചാൽ ലൈവ് കട്ട് ചെയ്യത്തില്ല, ബ്രേക്ക് പറയത്തില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു സംഭവം, ഈ വാർത്താമുറിക്കുള്ളിൽ ഉണ്ടാകുന്ന ടെൻഷൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സ്വഭാവമാണോ, അതോ വാർത്താമുറിയിൽ ഉപേക്ഷിച്ച് ആ പടം അവിടെ പൊഴിച്ചിട്ട് പോകുന്ന പരിപാടിയാണോ? അവിടെ കഴിയും, അവിടെ പടം പൊഴിക്കും, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാക്കത്തില്ല. അപ്പോൾ വേണുവിന് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒത്തിരി ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഞാൻ 24 മാത്രമല്ല ചോദിക്കുന്നത്. കാര്യം ഏഷ്യാനെറ്റ്, മാതൃഭൂമി, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ റിപ്പോർട്ടറിലും അല്ല ഇങ്ങനെ പരുഷമായി സംസാരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ വേണു എങ്ങനെ റിയാക്ട് ചെയ്യുക? കേൾക്കും, റിയാക്ട് ചെയ്തില്ല. അല്ല അങ്ങനെ മറുപടി എനിക്ക് എൻ്റെ കൂടെ നാട്ടിലെ ഡിഗ്രി പഠിക്കുമ്പോൾ എനിക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു വേണുവിൻ്റെ സംസാരം എനിക്കത് തോന്നി. അപ്പം അയാൾ ഒരു ബസ്സിൽ കയറിയപ്പം ഈ കണ്ടക്ടറുടെ തന്തയ്ക്ക് എന്തോ കയറി വിളിച്ചു. ആര് സാധാരണ സംഭവിക്കുന്നതാണല്ലോ. വിളിച്ചപ്പോൾ അയാൾ ഇവന് എന്ന് വെച്ചാൽ ഈ കണ്ടക്ടർ തന്തയ്ക്ക് പറഞ്ഞവൻ്റെ ഇവൻ കണ്ടക്ടർക്ക് ഇട്ട് ഒരട്ടിയും കൊടുത്തു ചെവുക്കുറ്റിക്ക്. അടി കൊടുത്തു കഴിഞ്ഞപ്പോൾ സാധാരണ ഇത് നമ്മളവിടെ നിർത്തി. അവൻ പറയാണ് അതുപോലെ അയാളിട്ട് എനിക്ക് ഒരെണ്ണം തന്നു, ഞാൻ കേട്ടുകൊണ്ട് ഇറങ്ങിപ്പോന്നു. അപ്പോൾ അതുപോലെ പറയുന്ന വേണു വളരെ നിസ്സഹായമായി പറയുന്ന പോലെ എനിക്ക് തോന്നി. അല്ല വ്യക്തിപരമായി ആക്ഷേപിച്ച ഒരാൾ പറഞ്ഞാൽ ആ രൂപത്തിൽ മറുപടി കൊടുക്കാൻ കഴിയില്ലല്ലോ. കേൾക്കുക അത്ര തന്നെ. അല്ല അത് എപ്പോഴെങ്കിലും ആ വ്യക്തിബന്ധത്തെ കാർന്ന് തിന്നാറുണ്ടോ? അത് മനസ്സിൽ ഇല്ലല്ലേ? അതെല്ലാം അവിടെ വീഴ്ചയും. ഓക്കെ വേണു, വെരി ഗുഡ്.